ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 3 പേരുടെ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ക്യാൻസർ എന്ന അസുഖത്തെ സ്വന്തം മാറോട് ചേർത്ത് ആ ക്യാൻസറിനെ എല്ലാവർക്കും ഒരു മാതൃകയായി ആ രോഗത്തെ സ്നേഹിച്ച് ആ രോഗത്തെ ശരീരത്തിൽ നിന്നും പറിച്ചു കളയാനായിട്ട് ശ്രമിക്കുന്ന രേണു ചേച്ചി. 2, കഴിഞ്ഞ ദിവസം വരെ രേണു സുധിയെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു യൂട്യൂബർ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പൊ ഞാൻ പൊട്ടിക്കും സ്വാമി എന്ന് എല്ലാരും പറഞ്ഞിട്ടും പൊട്ടിക്കാതെ ഇരിക്കുന്ന അനീഷ് വ്ലോഗിലെ അനീഷ് കഴിഞ്ഞ ദിവസമല്ല രേണു സുധിക്ക് വേണ്ടി സംസാരിച്ചത്, അതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചായിരുന്നു. അപ്പൊ ആ ഒരു തെളിവുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുണുവാവ അച്ഛൻ പറയണ കിച്ചുവിനെതിരെ പറഞ്ഞ ആരോപണം കേട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ഇത്രയും നിസാരമായ ആരോപണമാണോ അച്ഛനെ ചൊടിപ്പിച്ചത്? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നിട്ട് കാണണം കേട്ടാ. എനിക്കറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്, എങ്കിലും ഒരു ആഗ്രഹം അത് പറയാൻ. അപ്പൊ നമുക്ക് രേണു ചേച്ചി ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, IC കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും അറിയാം AI ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUയിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാലോ. ആരും ICUയിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. രേണു സുധിയോട് ആദ്യം ഒരു കാര്യം പറയാം. എന്തായാലും എന്റെ വീഡിയോ കാണൂല, എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആർക്കും കൊല്ലണ്ട. പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലൂ, എന്നെ വിമർശിക്കൂ, എന്നെ 10 പറയൂ എന്നും പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും വല്ലതും പറയുമ്പം ഇതുപോലെ ആൻസർ പറയാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഒരുപാട് വീഡിയോസ് ഒന്നും വെക്കുന്നില്ല. ഇപ്പൊ ഷെഫീന ബീവി ചേച്ചിയുടെ ചാനലിൽ കൂടെ തന്നെ 2-3 പേര് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതായത് രേണു സുധിയെ ചികിത്സിക്കുന്ന അതേ ഡോക്ടറിന്റെ കീഴിലിരിക്കുന്ന മറ്റൊരു ക്യാൻസറിനോട് പൊരുതുന്ന ഒരു ചേച്ചി, ആ പുള്ളിക്കാരി വന്ന് വോയിസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് എല്ലാരെയും ബാധിക്കും. ആദ്യം ഈ പെണ്ണുമ്പുള്ള വിധവകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവസാനം വിധവകൾക്ക് സഹിക്കാൻ വയ്യാതായി. ഈ ക്യാൻസർ പേഷ്യന്റ് ആ വിധവകൾ അങ്ങനെ അല്ല. ഇവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ വരും, ഇവരുടെ മനസ്സ് എപ്പോഴും ഭയങ്കര പേടിയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ രേണു സുധി ഇതുപോലെ കാണിക്കുമ്പം അവർക്ക് ഇരട്ടി ദേഷ്യം വരും. ഒന്ന്, ഈ രോഗത്തിനെ നമ്മൾ പുച്ഛിക്കും പോലെയാണ്, അല്ലാതെ ഈ രോഗത്തിനെ നിസാരമായിട്ട് കണക്കാണുന്നു. ഈ സുവിശേഷ പ്രസംഗം, അതായത് രോഗമുക്തി നേടിയ ആൾക്കാർ സുവിശേഷ പ്രസംഗം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ മിക്കവാറും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളത് അവരാ രോഗത്തെ സ്നേഹിച്ചു എന്ന് പറയും. ഞാൻ വാടാ മോനെ എന്റെ ശരീരത്തിലേക്ക് കയറാൻ പറഞ്ഞപ്പം ആ രോഗം എന്നിൽ നിന്ന് അകന്നു പോയി എന്ന് പറയും. ഇത് മിക്കവാറും രോഗമുക്തി നേടിയവര് സുവിശേഷ പ്രസംഗത്തിന് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇനി ഭാവിയിലൊക്കെ സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള റിഹേഴ്സൽ ആണോ എന്ന് എനിക്കറിയില്ല. ഈ കീമോ എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കീമോ ഒരു തെറാപ്പിയാണ്. അതിനെ ഇങ്ങനെ മോനെ കീമോ മോനെ എന്നല്ല, അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം. മിക്കവാറും പേഷ്യൻസിന് കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ശരീരം ഭയങ്കര ടയേർഡായിരിക്കും. രോഗാണുക്കളെ കയറ്റുന്നതാണ്, അതായത് ഈ ക്യാൻസർ രോഗാണുക്കളെ കൊല്ലുന്ന തരത്തിലുള്ള രോഗാണുക്കളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. അല്ലാതെ അതിനെ ഒരു കെമിക്കൽ ഉപയോഗിച്ച് കൊല്ലുന്നതല്ല, മരുന്ന് കൊടുത്ത് കൊല്ലുന്നതല്ല. ഈ കീമോയിൽ കൂടി ചെയ്യുന്നത് എന്താണ്? രോഗാണുക്കളെ തന്നെയാണ്. അപ്പം ഇതിനെക്കാട്ടി എഫക്റ്റ് ഉള്ള രോഗാണുക്കളെ കൊടുക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും.
എന്നിട്ട് ഒരു കുറ്റം പറയാൻ വരുമ്പോ ചാടി എഴുന്നേറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്നും പറഞ്ഞ് പറയുമ്പോ അതിലൊരു കാര്യം രേണുസുതി മനസ്സിലാക്കണം. നിങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാവരും വിമർശിക്കുന്നത്? നിങ്ങൾ ആദ്യം ഇരുന്നൊന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും വിമർശിക്കുന്നത്? നിങ്ങളെ ചേർത്ത് പിടിച്ച, നിങ്ങൾക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും ആ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ചെയ്തില്ല. പിന്നും അങ്ങനെ ചെയ്യാൻ നിർബന്ധിതമാകുന്നത് എന്തിറ്റാ? നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ഇട്ടുകൊടുക്കും. അതിന്റെ ഇതിലായിട്ട് പറയാതെ ഇരിക്കുന്ന നമ്മളെ നാവില് കോലിട്ട് കുത്തി പറയിപ്പിക്കും. എന്നിട്ടൊരു റീച്ച്. ഈ ഡോക്ടേഴ്സ് എന്തിനാ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു, ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ആണ്. ഒരു ഡോക്ടർ നമ്മളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കൂ? നമ്മൾ അറിയാതെയൊക്കെ, വീട്ടുകാരറിയാതെയൊക്കെ, അത് എന്ത് അസുഖത്തിനായാലും നമ്മൾ കാണും. അപ്പൊ നമ്മളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, അത് ക്യാൻസർ എന്നൊന്നും വേണ്ട, നിങ്ങൾ ഫോൺ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാർ സമ്മതിക്കൂ? ഇതും മിനിറ്റിന് റീലുകൾ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കത്തില്ലേ? അവര് പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കേയില്ലേ? എനിക്കറിയാൻ സാധിച്ചത് ഡോക്ടേഴ്സ്മാര് ഭയങ്കര ഡിസ്കഷനിലാണ് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പൈസ ഒന്നും ചെലവാകത്തില്ല, അതൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പൊ എനിക്കും പരിചയമുള്ള ആൾക്കാർ മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് നഴ്സുമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ പൈസ ആവില്ല എന്നാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്, ഇനി പറയും അവർക്ക് പൈസ കിട്ടണതും കൂടെ ഇല്ലാതാക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തടയിടുന്നതാണ്, നമുക്ക് അസൂയാണ് എന്ന് ആരെങ്കിലും ഒക്കെ കമന്റ് ബോക്സിൽ പറയും. മറ്റേ ജപ്പാൻ ഭാഷ സംസാരിക്കുന്ന ആന്റണിയെങ്കിലും വന്ന് പറയും. ഞാൻ അതുകൊണ്ടാണ് അത് മിണ്ടാത്തത്. പൈസ ആവത്തില്ല എന്നുള്ളൊരു കാര്യം അറിയായിരുന്നു. അതുകൊണ്ടാണ് മിക്കുള്ളവരും RCCയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചികിത്സ തേടുന്നത്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളെ കുത്തിക്കൊല്ലൂ, നിങ്ങളെ ഇതാണ്, നിങ്ങളത് പറയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മര്യാദയ്ക്കിരുന്ന ആരും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് മര്യാദയ്ക്കിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് മര്യാദയ്ക്കിരുന്ന നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി പോകുന്നു ഒരു തോന്നൽ വരും. കഴിഞ്ഞ ദിവസം ഒരു മണ്ടത്തരം വന്ന് പറഞ്ഞു, അതും ഞാൻ സൂചിപ്പിച്ചതാണ്. എന്ത്? ഉദ്ഘാടനം. അത് കഴിഞ്ഞപ്പോ ഏതോ ഡോക്ടർ വിളിച്ച് 4-2-10 പറഞ്ഞപ്പം ഉദ്ഘാടനം എനിക്ക് പിറ്റേന്ന് വന്നു. ഈ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണോ? രേണുസുതിക്ക് അസുഖം മാറണേ, എനിക്ക് ഉദ്ഘാടനത്തിന് വിളിക്കണം, രേണു ചേച്ചി. അപ്പോഴാണ് രേണുസുതി എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചോളൂ. ഉടനെ നമ്പർ എടുത്ത്, രേണു ചേച്ചി ഉദ്ഘാടനത്തിന് വരുമോ? ആരെങ്കിലും ചോദിക്കണം. പുളുവാണ്. ആരും ഉദ്ഘാടനത്തിന് ഇവരെ വിളിക്കില്ല. അപ്പോഴാണ് ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത് കാണും, നീ ഇതുപോലത്തെ ഒരു മണ്ടത്തരം കാണിക്കരുതെന്ന്. കളിച്ച് മറ്റേ ഇല്ല, നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരുമ്പോ അതിബുദ്ധിയിൽ നമ്മൾ കളിക്കുമല്ലോ, അങ്ങനെ ആവരുതെന്ന് പറഞ്ഞു കാണും. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞാണ് അവർക്ക് അറിയത്തില്ല. പിന്നെ വീട്ടിലൊരു നെറ്റ്സ് ഉള്ളതല്ലയോ, നെറ്റ്സ് ഉള്ള ചേച്ചിക്ക് അറിയത്തില്ലേ ഇതൊന്നും? ചേട്ടൻ എന്താ ബിടെക് പഠിച്ചിട്ട് എന്ത് പണിക്ക് മറന്നുപോയി ഞാൻ, പെയിന്റ് പണിക്ക് പോകുന്നു. നഴ്സിംഗ് പഠിച്ച ചേച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല. ചേച്ചിക്ക് നിങ്ങളാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ച് പറയാനുള്ളത്. മര്യാദയ്ക്കിരുന്ന നിങ്ങളെ എല്ലാവരും നല്ലത് പറയും, മര്യാദയ്ക്ക് നിങ്ങൾ ഇരിക്കില്ല, അതാണ് നിങ്ങളെ ലക്ഷ്യം. ഇനി നമ്മുടെ അനീഷ് രേണുസുതിയെ വലിച്ചു കീറി ഒട്ടിക്കും. അനീഷ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് രേണുസുതിയെ കുറിച്ചിട്ടാണ്. അനീഷ് കഴിഞ്ഞ ദിവസമാണ് എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും പറഞ്ഞത്. ഞാനും അന്തം വിട്ടുപോയി. കിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇനി കിച്ചു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഈ പറയുന്നവരെല്ലാരും കിച്ചുവിന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇപ്പൊ പൊട്ടിക്കും, ഞാൻ ഇപ്പൊ പൊട്ടിക്കും. ഞാനായിട്ട് പറയത്തില്ല. എന്താ നിങ്ങളായിട്ട് പറഞ്ഞ? നിങ്ങൾക്ക് എന്താ അവൻ നിങ്ങളെ സ്വന്തക്കാരനാണ്? അപ്പൊ നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഭാവിയിൽ എന്തെങ്കിലും വ്യാകുലത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ സെന്റൻസ് പറയത്തില്ല. സാധാരണ എല്ലാരെ പോലെയും പറഞ്ഞേനാ അവന് തെറ്റുകുറ്റങ്ങൾ വരും, അവൻ ജീവിതം ഈ പ്രസന്റ് ടൈമിൽ അവൻ എങ്ങനെ ജീവിക്കുന്നു, അവൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നുണ്ടോ? അവൻ കള്ളു കുടിച്ച് റോഡിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടു? അവൻ രേണുസുതിയെ പോലെ രേണുസുതിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ എടുത്ത് അവൻ ഇത് ചെയ്യുന്നുണ്ടോ? സ്റ്റോറി ഇടുന്നുണ്ടോ? അപ്പൊ ആ കുട്ടി അതൊന്നും ചെയ്യാതെ അവന്റെ ലൈഫിൽ വന്ന തെറ്റുകൾ മനസ്സിലാക്കി അതിനെ അവൻ തിരുത്തി അവന്റെ കാര്യമായിട്ട് പോകുമ്പോ ഞാനിപ്പൊ പൊട്ടിക്കും. എന്നാ പിന്നെ താൻ പൊട്ടിക്കടോ. തനിക്ക് അത് വിളിച്ചു പറയാം. അവനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ നല്ല ആളല്ലെന്നും പറഞ്ഞ് പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റത്തില്ല? എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? ഇനി അവ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ രേണുവിനെ കയറി പിടിച്ചു. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ പറഞ്ഞു ആരും എടുത്ത് തലയിൽ വെക്കില്ല മക്കളെ, തിരിഞ്ഞാണ് കാര്യം വരണമെങ്കിലോ. എല്ലാരും എടുത്ത് തലയിൽ വച്ചാലോ? നിങ്ങൾ എല്ലാവർക്കും എതിരെ ടിഷ്യൂ നിങ്ങൾ വെടിവെച്ച് കൊല്ലോ എല്ലാത്തിനെ. ഇനി ഈ രേണുസുതി
ജീവൻ നഷ്ടപ്പെടാൻ, ഫാനിൽ ജീവൻ നഷ്ടപ്പെടാൻ നോക്കി എന്നും പറഞ്ഞ് ഒരു ക്നാപ്പം വന്ന് പറഞ്ഞു. അവനെ പിന്നെ കാണാനേ ഇല്ല, അവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങി ഓടി തോന്നും. ഒരു ക്നാപ്പം വന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെടുത്ത് വെച്ച് അനീഷ് റിയാക്ട് ചെയ്തിരുന്നു. അന്ന് അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് എന്തായാലും സംഗതി വേറെ ലെവലിലാണ് കാര്യങ്ങൾ വരുന്നത്. ഈ പറയുന്ന പ്ലാൻ തോട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സത്യാവസ്ഥ? ഇതില് ഈ ക്നാപ്പം വന്ന് പറഞ്ഞപ്പോ അനീഷ് അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്ലാൻ തോട്ടത്തിൽ അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. അതിൽ വ്യക്തമായിട്ട് ഇത് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്, പ്ലാൻ തോട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ രേണു സുധി അങ്ങനെ ഏതാണ്ട് ചെയ്തതായാണ് അറിവെന്ന്. ആർക്ക് വേണ്ടിയിട്ടാ? ഈ അനീഷ് അച്ഛന്റെ വലങ്കൈയാണ്. അച്ഛന്റെ പ്രശ്നം വന്നപ്പോ അനീഷ് നിരന്തരം അച്ഛനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അനീഷ് പല വോയിസും പുറത്തിട്ടു. അനീഷിന്റെ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അനീഷിന്റെ മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഈ ഒരു വ്യക്തി അങ്ങനെ വീഡിയോ ഇടുമായിരുന്നു. അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞതാണോ? എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും പറയുന്നത് പോലെ അച്ഛൻ കുഞ്ഞുവാവയാണല്ലോ, മറ്റേ കുണുവാവയാണല്ലോ. അച്ഛൻ പറഞ്ഞോ എനിക്ക് ആരും സപ്പോർട്ടില്ല? അച്ഛനെ എനിക്ക് തോന്നിട്ട് ഒരു പക്വതയില്ലാത്ത ഒരു അച്ഛൻ, ഇത്രയും പക്വതയില്ലാത്തൊരു മനുഷ്യനെയാണോ പിടിച്ച് അവിടെ ഇരുത്തിയേക്കുന്നേ? അപ്പൊ ആ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞത്? നിങ്ങൾ പൊട്ടിക്കും മാഷേ, നിങ്ങളത് പൊട്ടിക്ക്, നമ്മളത് കേൾക്കട്ടെ. ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത നിങ്ങൾ രേണു സുധി പ്ലാൻ തോട്ടത്തിലോ എവിടെ അന്വേഷിച്ചപ്പോ അങ്ങനെയാണ്. ഇത് ഫസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു രേണുസുതി ശരിക്കും ഇത് ചെയ്ത് കാണും. ഒന്നാമത് രേണുസുതിക്ക് ഓപ്പോസിറ്റ് വീഡിയോ ചെയ്യുന്ന ആളാണ്. മിക്കവാറും രേണുസുതിയുടെ ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ കരുതി ഇത് ചിലപ്പം ന്യൂസ് ഇനിയായിരിക്കും വരുന്നത്, രേണുസുതി ആശുപത്രിയിൽ എന്തെങ്കിലും പറഞ്ഞു വരും, അത് അറിഞ്ഞിട്ടായിരിക്കും ഈ അനീഷ് പറയുന്നതെന്ന്. അത് 2 മണിക്കൂർ കഴിഞ്ഞപ്പം രേണുസുതി ബിഗ് ബോസിലെ അനുമോള്, ആദില, നൂറ ഇവരുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടു. രേണുസുതി ഈ കാര്യം ചെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. നിങ്ങൾ എല്ലാരെയും പോലെ ഞാനും പല വീഡിയോസിലും കൂടി അറിഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇയാൾ എന്തേത് ഇങ്ങനെ പറയണേ, ഇവനെ പറ്റിച്ചതാണോ ആരെങ്കിലും എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഇന്നലത്തെ വീഡിയോയും കണ്ടപ്പോ എനിക്ക് പൂർണ്ണമായി ഇത് എന്തോ പരിപാടിയാണ്. കാരണം രേണുസുധിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PR വർക്കിന്റെ ഭാഗമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഷെഫീനയും ഈ അച്ഛനും ഒക്കെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, രേണുസുധിയുടെ കൂടെ നിൽക്കുന്നവർ ഹൈ ലെവൽ ടീമാണ്, അവരെന്തും ചെയ്യാൻ മടിക്കത്തില്ല. അച്ഛൻ അതറിയാം. അച്ഛൻ ഒറ്റയടിക്ക് പേടിച്ച്, അതുകൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഷെഫീനത്തെ എന്നൊക്കെ പറഞ്ഞ ഉരുക്ക് വനിതയാണ്, വരണടത്ത് വെച്ച് കാണാം. അച്ഛൻ എങ്ങനെയല്ല, അച്ഛൻ പേടിയാണ്. അച്ഛൻ ഒരു കുഞ്ഞുവാവേരത്ര ഇതേ ഉള്ളൂ അച്ഛന്, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ കൂടെ നിൽക്കുന്നത്. പിന്നെ പലരും ഇതിനെ മതവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്. രേണുസുതി ഇടവകയിലെ മറ്റേ സുവിശേഷ പ്രസംഗത്തിന് പോവും, കിച്ചു ഹിന്ദു ആയതുകൊണ്ടാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഈ രാഹുൽ ദാസ് എന്നൊക്കെ പറയുമ്പോ എനിക്കും അത് തോന്നിയിട്ടുണ്ട്, എന്തിനാ അങ്ങനെയൊക്കെ കാണുന്നേ? രേണുസുതി എന്താ രേഷ്മ പി തങ്കച്ചെന്ന് പറയാത്തെ, സർട്ടിഫിക്കറ്റിലെ പേര് പറയാത്തെ? അച്ഛൻ ഇടവകയിൽ ഒരു കുഞ്ഞാടിനെ കിട്ടിയില്ലേ, അപ്പൊ ആ കുഞ്ഞാടിനെ വെച്ച് അച്ഛൻ അങ്ങ് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഇനി അച്ഛൻ എന്തിനാ മുട്ടനാടിനെ പോലെ മറ്റുള്ള ഇതിനു വേണ്ടി ഇതാക്കുന്നേ? പിന്നെ 2 വർഷം മുമ്പ് അറിഞ്ഞ കിച്ചുവിന്റെ കാര്യമാണ്. അച്ഛൻ ഒരു പുളു കഥയും കൊണ്ട് വന്നിട്ടുണ്ട്. കിച്ചു എന്തോ ക്രിസ്മസിന്റെ അന്ന് വണ്ടി ഓടിച്ച കാര്യം, അത് ഞാൻ വീഡിയോ വെക്കാം. ഇപ്പോഴാണോ അച്ഛന് ബോധം വന്നത് അത് ഭയങ്കര തെറ്റാണെന്ന്? അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ കുണുവാവ അച്ഛനെയും കൂടെ കുറച്ച് പറയാനുണ്ട് എനിക്ക്. 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ്. 2024 ഇപ്പോഴല്ല, അത് കഴിഞ്ഞ് ആ കുട്ടി ആ ലൈഫ് കഴിഞ്ഞ് 2 വർഷമായി അവൻ അവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഈ വർഷമാണെങ്കിൽ ശരി അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ കോട്ടയത്ത് വന്ന് അവന്റെ അനിയനെ കാണാൻ വരുന്ന ദിവസങ്ങളിൽ അവൻ കുടിച്ചിട്ട് വരുവാണെങ്കിൽ ശരി അച്ഛൻ പറഞ്ഞു. 2024 കഥയും കൊണ്ട് അച്ഛൻ വന്നിരിക്കുക. അച്ഛന്റെ കുഞ്ഞാട്, ജീവനോട് ചേർന്നിരിക്കുന്ന അച്ഛന്റെ കരളിന്റെ പാതയായിട്ടുള്ള രേണുസുതി മാജിക് മൊമെന്റ് ആണ് അടിക്കുന്നതെന്ന് പറയുന്നത് അച്ഛൻ കേട്ടിട്ടില്ലേ? ഗൾഫിൽ പോകുമ്പോ റൂമിൽ കൊണ്ട് തരുമെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? എന്റെ കസിൻസ് എല്ലാരും കൂടെ ചേർന്ന് വീട്ടിലിരുന്ന് ഞങ്ങൾ 2 എണ്ണം അടിക്കാറുണ്ട്, അതിന് ടച്ചിങ്സിന് കപ്പേ മീൻകറിയാണ് നല്ലതെന്ന് പറയുന്നത് അച്ഛൻ കേട്ടിട്ടില്ലേ? അച്ഛൻ എന്തിനാ ഫ്ലെക്സ് വെച്ചത്? കിച്ചു അവിടെ വരാതിരിക്കാനാണോ? കിച്ചു കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? എന്റെ പൊന്നച്ഛ, എന്തിനാണ് എയറിൽ നിന്ന് എയറിലേക്ക് പോകുന്നത്?
നിങ്ങൾക്ക് പറഞ്ഞതിലൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ എടുത്തിട്ട് അറിഞ്ഞാൻ പുറഞ്ഞാൻ ട്രോളും. അതൊരു 2 ദിവസം വരെ നിൽക്കും. അത് തിരിച്ചറിവായിട്ട് കണ്ട് പറയും. പിന്നെയും എന്തിനാണ് അച്ഛൻ ട്രോള് മേടിക്കുന്നത്? ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നേ, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു. അപ്പൊ അച്ഛൻ എന്തിനാ അത് അന്വേഷിക്കുന്നേ? അച്ഛൻ കൊടുത്ത വസ്തുവാണെങ്കിൽ അച്ഛൻ എന്തിനു അന്വേഷിക്കണം? അച്ഛൻ അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ടോ? ആ രാഹുൽദാസിന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് അച്ഛനാണോ നിൽക്കുന്നത്? അച്ഛൻ ഒരാൾക്ക് വസ്തു കൊടുത്തു, അച്ഛൻ പോലീസിന്റെ അടുത്ത് അച്ഛൻ അറിയാന്നുള്ള കാര്യം പറയണം, ഇല്ലെങ്കിൽ അച്ഛൻ അതിൽ ഇടപെടുന്നില്ല എന്ന് പറയണം. അച്ഛൻ എന്തിനാ മറ്റുള്ളവരെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത്? പോലീസ് അന്വേഷിക്കുമ്പോ അച്ഛൻ പറയണം അത് അവരുടെ തമ്മിലുള്ള കാര്യങ്ങളാണ്, അവരടുത്ത് ചോദിക്കുക. അച്ഛൻ എന്തിനാ അയൽവക്കത്തെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി രാഹുൽദാസ് എടുക്കാത്തതോ അവന്റെ ഇഷ്ടം, അത് വലിയ പ്രശ്നമായോ? അത് സമൂഹത്തിന്റെ മുമ്പ് ചർച്ചയായോ? ഞാൻ ഷെഫീന ബീവി ചേച്ചിയുടെ ചാനൽ കണ്ടപ്പോ അതിൽ പറയുന്നുണ്ടായിരുന്നു അത് കിച്ചുവിന്റെ ഫ്രണ്ടിന്റെ ബൈക്കാണ്, അപ്പൊ ആ പുള്ളിക്കാരൻ ആണ് അത് എടുക്കേണ്ടത്, അത് എടുക്കുമ്പോ അതിന് കുറെ നിയമത്തിന്റേതായ എന്തൊക്കെയോ വശങ്ങളുണ്ട് എന്ന്. അവന്റെ കൂട്ടുകാരനില്ലാത്ത സങ്കടം എന്തിനാച്ചോ അച്ഛന്? അച്ഛൻ എന്തിനാ അത്രയൊക്കെ അങ്ങ് അന്വേഷിച്ച് കയറി പോണേ? നിങ്ങൾ ഒരു വസ്തു കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ അവിടുത്തെ സർവാധികാരം സ്ഥാപിക്കോ? അത് കൊള്ളാലോ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അവിടുത്തെ ഒരു വസ്തുക്കളും ഇല്ലാതായി പോകുന്നത്. ഈ നേരത്തെ രേണുസുതിക്ക് വീട് വെച്ചു കൊടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ, ഞാൻ ആ പേര് മറന്നുപോയി. അദ്ദേഹവും ഈ അച്ഛനും തമ്മിൽ മുട്ടനടിയായിരുന്നു. കാരണം ആ വ്യക്തി ഈ സ്ഥലം ചുളുവിലയ്ക്ക് വാങ്ങിച്ച് അവിടെ പ്ലോട്ടുകളായിട്ട് തിരിച്ച് അവിടെ വീട് വെച്ച് കൊടുക്കാനാണ്. അതുകൊണ്ടാണ് അച്ഛന് വസ്തു പോകാത്തതെന്നും പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അച്ഛന്റെ ഇതുകൊണ്ടാണ് പോവാത്തത്. അത് അവർക്ക് അറിയാം. അതുകൊണ്ട് അവരൊരു സഹായത്തിനായിരിക്കും ചെന്ന് നിന്ന് കൊടുത്തത്, ഇങ്ങനെ വാങ്ങിച്ച് ചെയ്യാന്ന്. അച്ഛൻ ലോകത്തില്ലാത്ത വിലയായിരിക്കും പറയുന്നത്. കാരണം ഈ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്ത് തന്നെ ആയാലും അച്ഛൻ കാണിച്ചത് മഹാമോശം. ആയിക്കോട്ടെ അച്ഛ, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ആ രേണുസുതിയെ കിടന്ന് പല യൂട്യൂബർമാർക്കും അപ്പോഴപ്പോഴും കണ്ടന്റ് കൊടുത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ വീഡിയോസ് ഒന്നും കണ്ടില്ല എന്ന്. അതിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ഒരു ഇരട്ടത്താപ്പ് എന്താന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞാലെന്ന്. അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അതിൽ തന്നെ രേണുസുതി അതിൽ പറഞ്ഞ സെന്റൻസ് അതുപോലെ അച്ഛൻ പറയുന്നുണ്ടല്ലോ. ഒരാള് നമ്മളടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞ ആ സെന്റൻസ് ആയിട്ടാണോ പറയുന്നത്? ഇതിപ്പോ രേണുസുതിയുടെ കാറ്റടിച്ചു. രേണുസുതി മറ്റേ പണ്ടൊരു കള്ളത്തരം പറയുമായിരുന്നു. ഞാൻ വീഡിയോ കാണാറില്ല, എന്റെ ഫ്രണ്ട്സുകൾ പറയുന്നത് കേട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ വീഡിയോയിൽ ഒരാളിരുന്ന് റിയാക്ട് ചെയ്യുന്നതിന്റെ തനി റിയാക്ഷൻ ആണ് രേണുസുതി മറുപടി കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ ആയിരിക്കും അച്ഛനും. ഞാൻ വീഡിയോസ് ഒന്നും കാണത്തില്ല, ഞാൻ അങ്ങനെ എന്റെ ബന്ധുമിത്രാദികൾ അവിടെ നിന്നും ഇവിടെ നിന്നും വിളിച്ചു പറഞ്ഞു. കറക്റ്റ് വീഡിയോയിൽ നടന്ന കാര്യം അതുപോലെ. എന്നിട്ട് അതിൽ അച്ഛനൊരു അബദ്ധവും പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ രേണു ചേച്ചിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം രേണു ചേച്ചി ഒരു ആൽബത്തിന്റെ പ്രൊമോഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണു ചേച്ചി അതിൽ പറഞ്ഞൊരു കള്ളത്തരമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഈ അസുഖം അറിയുന്നതിന് മുന്നേ ഉള്ള ആൽബമാണ് എന്ന്. എന്നിട്ട് പറഞ്ഞു 15 വയസ്സിൽ എനിക്കറിയാം, സുധിചേട്ടൻ മരിച്ചു കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അറിയാമെന്ന്. പുളു എന്ന് പറഞ്ഞാൽ ലോകപ്പുളു. അസുഖമുണ്ട് എന്നുള്ളത് നേരാണ്, പക്ഷെ ബാക്കി കുറെ കാര്യങ്ങൾ പുളുവാണ്. അത് പുളുവാണ് എന്ന് ഒരുപാട് പേർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ അസുഖമല്ല കേട്ടോ, അസുഖത്തിനെ തുടർന്നുള്ള മറ്റു കുറെ കാര്യങ്ങൾ പലരും അന്വേഷിക്കും, പലരും അത് കൊണ്ടുവരും. ഇനി റൂഹി ജാനെ പറ്റി 1-2 യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോക്കാര് അങ്ങനെ പറയുന്നില്ല, ഇങ്ങനെ പറയുന്നില്ല, അവരെന്തുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. റൂഹി ഇനി വന്ന് സംസാരിക്കുന്നതും കൂടെ നിങ്ങൾ കേട്ട് നോക്കൂ, എന്നിട്ട് പറയും. റൂഹി ജാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേ അച്ഛൻ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടും അത് സഭയ്ക്ക് ഇതായിട്ട് 2 വാണിംഗ് ആയി കാണും. ആദ്യത്തെ പ്രാവശ്യവും ഇപ്പോഴും മിക്കവാറും റൂഹി ജാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ കിച്ചുവിന് സപ്പോർട്ടാണെങ്കിൽ ലൈക്ക് അടിക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് ലൈക്ക് കിട്ടി കിച്ചുവിന് സപ്പോർട്ട് ഉള്ളവരെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കിച്ചുവിന് സപ്പോർട്ട് ആണെങ്കിൽ ലൈക്ക് അടിക്കണം.
അപ്പൊ നമ്മൾ എല്ലാവരും കിച്ചുവിന്റെ കൂടെ ഉണ്ട്. ഇനി എന്ത് പറഞ്ഞാലും കിച്ചുവിന്റെ കൂടെ തന്നെയാണ്. കാരണം ആ കുട്ടി ഈ പ്രസന്റില് ഒന്നും ചെയ്യുന്നില്ല. അവ ഇനി ചെയ്യട്ടെ, അപ്പൊ നമുക്ക് വിമർശിക്കാം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.